ശബരിമലയിൽ പുതിയ ഭസ്മക്കുളം സ്ഥാപിക്കുന്നതിനുള്ള സ്ഥാനനിർണയ ചടങ്ങുകളാണ് ഇപ്പോൾ തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ തറക്കല്ലിടലും ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CG ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, നമ്മൾ തത്സമയ ദൃശ്യങ്ങൾ കാണുകയാണ്. അനു, ഇന്നലെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഭസ്മക്കുളം മാറ്റി സ്ഥാപിക്കുമെന്നത്. എന്നാൽ നിലവിൽ ഉയർന്നു വന്ന ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചില ഹൈന്ദവ സംഘടനകളൊക്കെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില പ്രധാനപ്പെട്ട ആശങ്കയുണ്ട്. പ്രധാനമായും ദേവപ്രശ്ന വിധി പ്രകാരം ശബരിമലയിൽ ഭസ്മക്കുളം നേരത്തെ ഉണ്ടായിരുന്നത് മാളികപ്പുറം ഫ്ലൈ ഓവറിന് താഴ്ഭാഗത്ത് തന്നെയാണ്. അവിടെ തന്നെ പുനഃസ്ഥാപിക്കണം, അല്ലെങ്കിൽ അവിടെ പേരിനെങ്കിലും ഒരു കുളം വേണമെന്ന നിർദ്ദേശം ദേവപ്രശ്നത്തിൽ വന്നിരുന്നു. ഒപ്പം തന്നെ നിലവിൽ ഉള്ള ഭസ്മക്കുളം മാറ്റി സ്ഥാപിക്കുന്നതിൽ പ്രശ്നമില്ല എന്നും നേരത്തെ ദേവപ്രശ്നത്തിൽ നിർദ്ദേശം വന്നിരുന്നു. എന്നാൽ മാറ്റി സ്ഥാപിക്കുന്നതിന് ഭസ്മക്കുളം എന്ന് വിളിക്കരുത് എന്ന ഒരു നിർദ്ദേശം കൂടി ദേവപ്രശ്നത്തിൽ പ്രശ്നം വെച്ച ആളുകൾ അങ്ങനെ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതുകൊണ്ട് തന്നെ ഇതിനൊരു പുതിയ കുളം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ദേവസ്വം ബോർഡ് പ്രതികളോട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റോട് നമ്മൾ ഈ കാര്യം ഇപ്പോൾ പ്രതികരണമായി ചോദിച്ചപ്പോൾ അവർക്കും ആ കാര്യത്തിൽ വ്യക്തമായ മറുപടി എന്തായാലും പറയാൻ സാധിച്ചിട്ട് അങ്ങനെ ചില ആശയക്കുഴപ്പം കൂടി ആ കാര്യത്തിൽ ഉണ്ട് എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഇപ്പോൾ പുതിയ കുളത്തിലുള്ള സ്ഥാനം നിർണ്ണയിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ സ്ഥപതി മുരളീധരനാണ് പുതിയ സ്ഥാനം കണ്ടെത്തി അവിടെ കുറ്റിയടിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഇവിടെ തറക്കല്ലിടൽ ചടങ്ങ് കൂടി നടക്കും. അതിന്റെ കല്ലിടിൽ ചടങ്ങ് കൂടി നടക്കുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ വലിയ നടപ്പന്തലിന് സമീപം സ്റ്റേജിനോട് ചേർന്ന കുപ്രക്കളത്തിന് സമീപത്തായി ഒരു ഉയർന്ന പ്രദേശമുണ്ട്. അവിടെയാണ് ഇതിനായുള്ള സ്ഥാനം നിശ്ചയിച്ചിരിക്കുന്നത്. 12:30 തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ കല്ലിടും എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയത്. നേരത്തെ പറഞ്ഞ പോലെ ഭസ്മക്കുളം എന്നതിനെ വിളിക്കാൻ പോകുന്ന കാര്യത്തിൽ ഇപ്പോഴും ദേവസ്വം ബോർഡും മറ്റു അധികൃതരും ഒരു വ്യക്തമായ മറുപടി നൽകുന്നില്ലതിന്റെ പ്രധാന കാരണം നിലവിൽ ഇപ്പോൾ ഉള്ളതുപോലും ഭസ്മക്കുളം എന്ന് വിളിക്കാൻ സാധിക്കില്ല. കാരണം യഥാർത്ഥ ഭസ്മക്കുളം മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപത്ത് ഇപ്പോൾ ഫ്ലൈ ഓവറിന് താഴെയായി ചെറിയൊരു ഓവുചാലായി മാത്രം അവശേഷിക്കുന്നുണ്ട്. അത് പുനഃസ്ഥാപിക്കണമെന്ന നിർദ്ദേശമാണ് ദേവപ്രശ്ന വിധി പ്രകാരം മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ സ്ഥാപിക്കുന്ന കുളത്തെ ശബരിമലയിലെ പുതിയ കുളം എന്നതിന് അപ്പുറത്തേക്ക് ഭസ്മക്കുളം എന്ന രീതിയിലേക്ക് നാമകരണം ചെയ്യാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ആ ചോദ്യത്തിന് അവർ നൽകിയ മറുപടി അല്പസമയത്തിനകം തന്നെ ഈ ദൃശ്യങ്ങളോടൊപ്പം തന്നെ പ്രേക്ഷകർ കാണാൻ സാധിക്കും. അവർ പറഞ്ഞ മറുപടി തീർത്ഥാടകർക്ക് ഇവിടെ എത്തി ദേഹശുദ്ധി വരുത്തി ദർശനം നടത്താൻ ഒരു കുളം അത് സ്ഥാപിച്ചു നൽകേണ്ട ദേവസ്വം ബോർഡിന്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കുളം നിർമ്മിക്കുന്നത്. അതിനെ ഭസ്മക്കുളം എന്ന് വിളിക്കാമോ എന്ന കാര്യത്തിലൊന്നും വ്യക്തമായ മറുപടി പറഞ്ഞിരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഭസ്മക്കുളം എന്ന് വിളിക്കുന്ന കുളം ഇരിക്കുന്നത് താഴ്ന്ന പ്രദേശത്താണ്. ചുറ്റും ശൗചാലയങ്ങളുണ്ട്, നിരവധി കെട്ടിടങ്ങളുണ്ട്. അതിൽ നിന്ന് മലിനജലം അവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ശുചികരമായ അവസ്ഥയിൽ അതിനെ സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിരുന്നില്ല. അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന കാരണത്താലാണ് ഇപ്പോൾ ഇവിടേക്ക് പുതിയ കുളം നിർമ്മിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പുതിയ സ്ഥാനം നിശ്ചയിച്ചിരിക്കുന്നു. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 12:30 അതിന്റെ കല്ലിടൽ ചടങ്ങ് നടക്കും. അനു, ശബരിമലയിൽ പുതിയ ഭസ്മക്കുളത്തിനുള്ള, അപ്പൊ ഉമേഷ് പറയുന്നത് ഭസ്മക്കുളം എന്ന് വിളിക്കാമോ എന്നറിയില്ല എന്നാണ് ഉമേഷ് പറയുന്നത്. കാര്യം ഇന്നലെ ഈ വാർത്ത വന്നിരുന്നു. ഭസ്മക്കുളം മാറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനം എടുത്തു. അത് ഇന്നലെ പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് അതിന് കാരണം അവിടേക്ക് ദൈവപ്രശ്നത്തിൽ അടക്കം തെളിഞ്ഞ ഒരു കാര്യമാണ്. അവിടേക്ക് മലിനജലം ഒഴുകിയെത്തുന്നു. കാര്യം 4 ഭാഗത്തു നിന്നും മലയുടെ മുകളിൽ നിന്ന് അടക്കം ഒഴുകി വരുന്ന മലിനജലമാണ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ പുതിയ സ്ഥാനനിർണയം ഇന്ന് നടക്കും എന്ന് പറയുന്നു. പുതിയ സ്ഥാനനിർണയം നടക്കുന്ന ചടങ്ങാണ്, പുതിയ സ്ഥാനം നിർണയിക്കുന്ന ചടങ്ങാണ് തത്സമയം നമ്മൾ കണ്ടത്. അതിനുശേഷം ഇന്ന് തന്നെ ഉച്ചയോടെ ഇതിനുള്ള തറക്കല്ലിടലും നടക്കുമെന്ന് ഉമേഷ് പറയുന്നു. പക്ഷേ ഉമേഷ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് പുതിയ കുളത്തിനെ ഭസ്മക്കുളം എന്ന് വിളിക്കാമോ? കാര്യം അതിനൊരു ആചാരമുണ്ട്, അതിനൊരു പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്.